നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോഷണം തുടർക്കഥയാകുന്നു. ചെറുതാഴം ടിസ്ക് സ്കൂളിൽ നിന്ന് 75,000 രൂപ കവർന്നു. ഏഴം കോട്ടക്കൽ സ്റ്റോറിൽ മോഷണം നടത്തുന്നതിനിടെ 2 പേർ പിടിയിൽ. രാമപുരം പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാകുന്നു. പുത്തൻ കാറുകളുടെ കടന്നുവരവിൽ പിന്തള്ളപ്പെടുകയാണ് റോഡിലെ രാജാവായിരുന്ന അംബാസിഡർ. പേരൂർ വരിക്കച്ചാൽ ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷം. വരിനെല്ല് നിറഞ്ഞ് കക്കിരിയാട് തെക്കേക്കണ്ടം പാടശേഖരങ്ങൾ. വാർത്തകൾ വിശദമായി. ചെറുതാഴം കോവപ്പുറത്തെ ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കവർച്ച. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓഫീസിൽ കയറി 75,000 രൂപ കവർന്നു. പരിയാരം SI KN മനോജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഓഫീസിന്റെ വാതിൽപൂട്ടുകൾ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കയറിയത്. ഓഫീസിനുള്ളിലെ അലമാരകൾ കുത്തിത്തുറന്ന് ബാഗിലുണ്ടായിരുന്ന 75,000 രൂപയാണ് കവർന്നത്. മോഷ്ടിച്ചവയിൽ പഴയകാലത്തെ നാണയശേഖരവും ഉൾപ്പെടുന്നതായി സ്കൂൾ അധികൃതർ പറയുന്നു. പരിയാരം SI KN മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. പ്രദേശത്ത് മോഷണം വ്യാപകമായിരിക്കുകയാണെന്നും പോലീസ് അടിയന്തര പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മോഷണം നടത്തുന്നതിനിടെ 2 പേർ പിടിയിൽ. ഏഴം കോട്ടക്കിൽ ശ്രീമതി സ്റ്റോറിൽ മോഷണം നടത്തുന്നതിനിടെയാണ് CP അജ്മൽ, ഇസ്ബുൾ മെഹ്രാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ മാട്ടൂൽ തെക്കുംപാട് സ്വദേശി 22-കാരനായ CP അജ്മൽ, കല്യാശ്ശേരിയിലെ ഇസ്ബുൾ മെഹ്രാജ് 22 എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഏഴം കോട്ടക്കിൽ ശ്രീമതി സ്റ്റോറിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ കാറിൽ കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് യുവാക്കൾ പോലീസ് പിടിയിലായത്. നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് ഇവരെന്ന് സംശയിക്കുന്നു. പഴയങ്ങാടി SI KP ഷൈനും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. ഇവർ മോഷ്ടിക്കാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയെ അകാരണമായി പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് സമരസമിതി ഓഗസ്റ്റ് 30 മുതൽ നടത്തിവന്ന സമരം ഒത്തുതീർന്നു. സമരസമിതി നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ 4 ലക്ഷം രൂപ നഷ്ടപരിഹാരവും PF അടക്കമുള്ള ആനുകൂല്യങ്ങളും നൽകാമെന്ന വ്യവസ്ഥയിലാണ് സമരം ഒത്തുതീർന്നത്. സമരസമിതിയെ പ്രതിനിധീകരിച്ച് PV കുഞ്ഞപ്പൻ, UV രാമചന്ദ്രൻ, KP സേതു, KK കൃഷ്ണൻ, M സഞ്ജീവൻ, V നന്ദകുമാർ എന്നിവരും, മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് സിസ്റ്റർ വിനിയ, ഫാദർ ജോർജ് പൈനാടത്ത്, ക്രിസ്റ്റി, ടോമി ജേക്കബ്, സിസ്റ്റർമാരായ വത്സമ്മ, ആനി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. പയ്യന്നൂർ വില്ലേജ് ഓഫീസിന് സമീപം ദുരന്തം വരുത്തുന്നതിനകത്ത് ഇടിഞ്ഞു വീഴാറായ ഒരു സർക്കാർ കെട്ടിടം. പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. പഴയ നിലയിലുള്ള ഓടുപാകിയ കെട്ടിടത്തിന്റെ കഴുക്കോലുകളെല്ലാം പഴകി ദ്രവിച്ച് ഓടുകളെല്ലാം ഇളകി വീണ നിലയിലാണ്. മഴയും വെയിലുമേറ്റ് സിമന്റെല്ലാം ഇളകിയടർന്ന് ചുമരുകൾ വിണ്ടുകീറിയിട്ടുണ്ട്. നിരന്തരം ജനങ്ങൾ സഞ്ചരിക്കുകയും വാഹനങ്ങൾ നിർത്തിയിടുകയും ചെയ്യുന്ന റോഡിനോട് ചേർന്നാണ് കെട്ടിടമെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളോളം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് ഇതിനോട് തൊട്ടടുത്തായി തന്നെ പുതിയ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. 2000 മെയ് 28-ന് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതോടെ പഴയ കെട്ടിടം ഉപയോഗശൂന്യമായി മാറി. കെട്ടിടം മാറിയ ഉടനെ തന്നെ പഴയ കെട്ടിടം പൊളിച്ച് ഓടും മരവുമെല്ലാം വിറ്റ് സർക്കാരിലേക്ക് മുതൽക്കൂട്ടാമായിരുന്നു. ഇവിടെ അധികൃതരുടെ ദീർഘവീക്ഷണക്കുറവ് കൊണ്ട് സർക്കാരിന് നഷ്ടവും ഉണ്ടായി. കഴിഞ്ഞ 16 വർഷത്തോളം ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടം ഏതു സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണുള്ളത്. നിരന്തരമായി ജനസഞ്ചാരമുള്ള റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് ദുരന്തമൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയിലാണ് സമീപവാസികൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രാമപുരം പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാകുന്നു. KSTB റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പാലം നിർമ്മിക്കുന്നത്.
പിലാത്തറ പാപ്പിനിശ്ശേരി അന്താരാഷ്ട്ര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് രാമപുരം പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. നേരത്തെ ഉണ്ടായ പാലത്തിന് സമീപമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 45 മീറ്റർ നീളമുള്ള പാലത്തിന് സിംഗിൾ സ്പാനോട് കൂടിയാണ് നിർമ്മാണം നടക്കുന്നത്. 4 പിയറുകളുടെ നിർമ്മാണം പൂർത്തിയായി പെഡസ്റ്റൽ നിർമ്മാണത്തിൽ എത്തി നിൽക്കുകയാണ്. 1.5 മാസം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തിയാകും. പാലത്തിന്റെ സ്ലാബ് നിർമ്മാണമാണ് ഇനി നടക്കാനുള്ളത്. KSTP റോഡ് നിർമ്മാണത്തിൽ ആദ്യഘട്ടത്തിൽ രാമപുരം പാലം അനുവദിച്ചിരുന്നില്ല. എന്നാൽ സ്ഥലം MLAയുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലാണ് ഇവിടെ പാലം യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടന കെട്ടിപ്പടുക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെ ആദരിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാത്തിലിൽ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെ ആദരിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ ആദരിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വെച്ച് സംസ്ഥാന സമ്മേളനം ചേരുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ ഏറെക്കുറെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നാളുമായി 20, 21, 22 തീയതികളിലായി തലശ്ശേരിയിൽ വെച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. TV കുഞ്ഞിക്കണ്ണൻ, KV ചാത്തു, KC കുഞ്ഞിരാമൻ, മാധവൻ P, MB രാഘവൻ, K സുകുമാരൻ, ശിവദാസൻ NK, KV നാരായണൻ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. ചടങ്ങിന് നാരായണൻ T സ്വാഗതം ആശംസിച്ചു. K സത്യഭാമ, KM ഷാജി, TV കുഞ്ഞിക്കണ്ണൻ, K മനോഹരബാബു തുടങ്ങിയവർ സംസാരിച്ചു. റോഡിലെ രാജാവായിരുന്ന അംബാസഡർ കാർ പുത്തൻ കാറുകളുടെ കടന്നുവരവിൽ പിന്തള്ളപ്പെടുകയാണ്. അവശേഷിക്കുന്ന അംബാസഡർ കാർ ഡ്രൈവർമാർക്ക് ഓട്ടം കുറയുന്നത് തൊഴിൽ പ്രതിസന്ധിയുമുണ്ടാക്കുന്നു. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന കമ്പനിയാണ് അംബാസഡർ കാർ നിർമ്മിച്ചിരുന്നത്. ഒരു കാലത്ത് റോഡുകളിൽ രാജപ്രൗഢിയോടെ തിളങ്ങി നിന്ന അംബാസഡർ കാർ വിദേശ നിർമ്മിത കാറുകളുടെ ഇറക്കുമതിയും സ്പെയർ പാർട്സുകളുടെ അഭാവവും കാരണം പിന്തള്ളപ്പെട്ടു പോകുകയായിരുന്നു. അംബാസഡർ കാറിൽ യാത്ര ചെയ്യുന്നത് അഭിമാനമായി കണ്ട കാലമുണ്ടായിരുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അംബാസഡർ കാറുകൾ അരങ്ങുവാണിരുന്നു. ആംബുലൻസ് വരുന്നതിനു മുമ്പ് രോഗികളെ കൊണ്ടുപോകുന്നതിനും ദീർഘദൂര യാത്രകൾക്കും അംബാസഡർ കാർ ഉപയോഗിച്ചിരുന്നു. അംബാസഡർ കാർ വാങ്ങണമെങ്കിൽ ബുക്ക് ചെയ്ത് മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് അന്നുണ്ടായിരുന്നത്. അത്രയും ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ കാറുകൾക്ക്. മറ്റുള്ള കാറുകളെ അപേക്ഷിച്ച് അംബാസഡർ കാറുകൾ സുരക്ഷയും നൽകുന്നുണ്ട്. രാഷ്ട്രപതി തൊട്ട് പ്രധാനമന്ത്രി വരെ സുരക്ഷയ്ക്കായി അംബാസഡർ കാറാണ് ഉപയോഗിച്ചു വരുന്നത്. ഇന്ന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള വിദേശ കാറുകളുടെ കടന്നുവരവിൽ അംബാസഡർ കാർ റോഡുകളിൽ നിന്നും അപ്രത്യക്ഷമാവുന്ന അവസ്ഥയിലാണ്. 100 കണക്കിന് കാറുണ്ടായിരുന്ന പയ്യന്നൂരിൽ മാത്രം 20-ൽ താഴെ കാർ മാത്രമേ ഇപ്പോഴുള്ളൂ. വലിയ തൊഴിൽ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് 45 വർഷമായി അംബാസഡർ കാർ ഓടിച്ചിരുന്ന TK തമ്പാൻ പറയുന്നു. 16,000 റുപ്യ നമുക്ക് അടക്കണം. വീട്ടിൽ ചിലവ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടി ചോദിക്കുകയോ വേണ്ട. ഇതൊരു അംബാസഡർ കാർ ഇപ്പോൾ ആൾ വേണ്ടാന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അംബാസഡർ കാർ വേണ്ട, മടക്കി അയക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് പരിതാപകരമായിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സ്പെയർ പാർട്സ് കിട്ടാനില്ല. നമ്മൾ പൊളിക്കുന്ന വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയിട്ട് അതിന് കിട്ടിയെങ്കിലായി, കിട്ടാനുണ്ടെങ്കിൽ തന്നെ അതിന് തീപിടിച്ച വിലയാണ്. പുത്തൻ വാഹനങ്ങൾ തേടുന്നവർ ഇന്ന് അംബാസഡർ കാറിനെ യാത്രക്ക് വിളിക്കുന്നത് കുറഞ്ഞു വരികയാണെന്നും ഇവർ ആവലാതിപ്പെടുന്നു. ഇങ്ങനെ പോയാൽ 2 വർഷത്തിനുള്ളിൽ ഇത്തരം കാറുകൾ ഓർമ്മയായി മാറുവാൻ സാധ്യതയേറെയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പേരൂൽ വരിക്കച്ചാൽ ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാകുന്നു. കൈപ്രത്ത് വീട്ടിൽ കൃഷ്ണന്റെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമായിട്ട് മാസങ്ങളായി. വാഴ, നെൽകൃഷി തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കൈപ്രത്ത് വീട്ടിൽ കൃഷ്ണനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിന്റെ പുതിയ ഇര. കഴിഞ്ഞ ദിവസം രാത്രി കൃഷ്ണന്റെ 18 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കപ്പ, ചേമ്പ്, ചക്കരക്കിഴങ്ങ്, വെള്ളരി തുടങ്ങിയവയാണ് നശിപ്പിക്കപ്പെട്ടത്. കപ്പ, ചക്കരക്കൊള്ളിക്കിഴങ്ങ്, കുറച്ച് വേരിയുണ്ട്, പയറുണ്ട്. ഇതെല്ലാം പന്നി വന്നിട്ട് നല്ല ഇത് തോന്നി. കാര്യമായിട്ട് പറ്റിയെന്ന് വെച്ചാൽ കപ്പയും ചേമ്പും ചക്കരക്കൊള്ളിക്കിഴങ്ങും തിന്നത്. പന്നിയുടെ ആക്രമണം തടയാൻ സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താകുന്നില്ല എന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.
വരിനെല്ല് നിറഞ്ഞ പാടങ്ങൾ. കക്കിരിയാട് തെക്കേക്കണ്ടം പാടശേഖരം ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളിൽ വരിനെല്ല് നിറയുകയാണ്. പാടങ്ങളിൽ ഇപ്പോൾ വിളയുന്നത് വരിനെല്ലാണ്. കക്കിരിയാട് തെക്കേക്കണ്ടം പാടശേഖരത്തു നിന്ന് നോക്കിയാൽ ഇടവും വലവും കണ്ണെത്തുന്നിടത്തോളം വരിനെല്ല് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. 5 കൊല്ലം മുൻപ് വരെ 2 വിള എടുത്തിരുന്നതാണ് ഈ പാടശേഖരങ്ങൾ. വെള്ളത്തിന്റെ അഭാവം വിള ഒന്നാക്കി ചുരുക്കി. ഈ സമയത്ത് പാടശേഖരങ്ങളിലൊക്കെ വരിനെല്ലാണ് വിളഞ്ഞിരിക്കുന്നത്. ഇതും നെൽകൃഷി ചെയ്യുന്നതിന് ഏറെ തടസ്സമാവുകയാണ്. നഷ്ടമാണെങ്കിലും കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാണ്. പക്ഷേ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുകൂടി ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിൻ്റെതെങ്കിലും പാടത്തെത്തുമ്പോഴേക്കും ഈ ഊർജം ചോർന്നു പോവുകയാണ്. ഈ മലയാള വർഷം സർക്കാർ നെൽവർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നതിനാവശ്യമായ സഹായങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കർഷകരുടെ പ്രതീക്ഷ. വർഷങ്ങളായി ഈ നിലം കുറേ വെറുതെ ഇങ്ങനെ ഇട്ട് നിൽക്കുന്നു. ഇനി ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും നമ്മളെ ഗ്രാമപഞ്ചായത്തിനെല്ലാം സഹായം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഇനി നല്ല വെള്ളം കിട്ടി നല്ല നഷ്ടത്തിൽ പോകാതെ ആവുന്ന നമ്മളെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സർഗ ഫിലിം സൊസൈറ്റിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് 3 ദിനങ്ങളിലായി നടന്ന ഡോക്യുമെന്ററി ചലച്ചിത്ര പ്രദർശനം സമാപിച്ചു. സമാപന സമ്മേളനം മാധ്യമപ്രവർത്തകനും ഡോക്യുമെന്ററി സംവിധായകനുമായ നീലൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പെട്ടി തലയിൽ ചുമന്ന് ഫിലിമുമായി പ്രദർശന സ്ഥലത്തെത്തുമ്പോൾ ഇന്ന് പോക്കറ്റിൽ സിനിമ കൊണ്ടു നടക്കാവുന്ന വിധത്തിൽ ടെക്നോളജി വികസിച്ചിരിക്കുകയാണെന്നും നമ്മുടെ കാലം കൂടുതൽ സെൽഫിയായി മാറിയിരിക്കുകയാണെന്നും ലോകം വിരൽത്തുമ്പിലാകുമ്പോൾ മനുഷ്യൻ വളരെയധികം ചുരുങ്ങിപ്പോകുകയാണെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകനും ഡോക്യുമെന്ററി സംവിധായകനുമായ നീലൻ സർഗ ഫിലിം സൊസൈറ്റിയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MD അന്നൂർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KV ജയരാജൻ സ്വാഗതവും KG മുരളീധരൻ നന്ദിയും പറഞ്ഞു. സമാപന ദിവസം MA റഹ്മാൻ സംവിധാനം ചെയ്ത കുമാരനെല്ലൂരിലെ കുളങ്ങൾ, എ പെസ്റ്റണിംഗ് ജേണി, വൃത്തിയുടെ ജാതി, ഹാബിറ്റ്, സോ, ചൂണ്ടൽ, ഒരു ഭ്രാന്തന്റെ ഡയറി, വുമൺനെസ്, ബാലൻസ് തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. MA റഹ്മാൻ, നീലൻ, ഷാജി TU തുടങ്ങിയ സംവിധായകരുമായി ചിത്രങ്ങളെക്കുറിച്ച് സംവാദവും നടന്നു. സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. യൂണിറ്റിന്റെ ഉദ്ഘാടനവും ദത്ത് ഗ്രാമ പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ നിർവഹിച്ചു. കാരണം നിങ്ങളൊക്കെ വളർന്നു വരുന്ന പൗരന്മാരാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല കർമ്മങ്ങളും ചെയ്യാൻ കഴിയും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കണം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡാണ് NSS വളണ്ടിയർമാർ ദത്തെടുത്തത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും മറ്റ് ഏജൻസി വഴിയുള്ള പ്രവർത്തനങ്ങളിലും കൂടി വാർഡിന്റെ സർവോന്മുഖമായ വികസനത്തിന് ഇടപെടലുകൾ നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദത്ത് ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം PV പത്മജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NSS ജില്ലാ കൺവീനർ രതീഷ് കുമാർ ദത്ത് ഗ്രാമം ഔദ്യോഗിക പ്രഖ്യാപനവും പദ്ധതി വിശദീകരണവും നടത്തി. പഞ്ചായത്ത് അംഗം വിനോദ് TV, മനോജ് കുമാർ, പ്രധാനാധ്യാപിക രേണുകാദേവി, സീനിയർ അസിസ്റ്റന്റുമാരായ PK നാരായണൻ, ജയപ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി സിറാജുദ്ദീൻ, രവി K എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ബ്രിജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ബാലസംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TV പ്രഭാകരൻ അനുസ്മരണം നടത്തി. M പ്രകാശൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കരിവള്ളൂരിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവും CPIM കരിവള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും ബാലസംഘം കരിവള്ളൂർ വില്ലേജ് രക്ഷാധികാരിയുമായിരുന്ന TV പ്രഭാകരൻ അനുസ്മരണ പരിപാടി കരിവള്ളൂർ ബസാറിൽ നടന്നു. ബാലസംഘം സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് കൺവീനർ M പ്രകാശൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു പ്രഭാകരൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വ്യക്തമായ പക്ഷപാതിത്വമുള്ള ഒരു പാർട്ടിയാണ്, നിഷ്പക്ഷതയുള്ള ഒരു പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ പക്ഷപാതിത്വം അതൊരിക്കലും മറച്ചു വെക്കുന്നില്ല. അതിന് തികഞ്ഞ പക്ഷപാതിത്വമുണ്ട്.
ആ പക്ഷപാതിത്വം ഈ നാട്ടിലുള്ള അധ്വാനിക്കുന്നവരോടാണ്. തുടർന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. ബാലസംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് സെക്രട്ടറി അരുൺകുമാർ എൻ സ്വാഗതം പറഞ്ഞു. വില്ലേജ് പ്രസിഡന്റ് നവനീത് എൻ അധ്യക്ഷത വഹിച്ചു. ബാലസംഘം പയ്യന്നൂർ ഏരിയ കൺവീനർ സുനിൽ കുന്നരു, കരിവെള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി MV അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കോക്കാട് വായനശാല കെട്ടിടോദ്ഘാടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വായനശാലയുടെ പുനർനിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനമാണ് സെപ്റ്റംബർ 23, 24 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചത്. 23-ന് വൈകുന്നേരം 3 മണിക്ക് ചൂടതാങ്ങിയിൽ നിന്നും ഘോഷയാത്ര, 4 മണിക്ക് ഉദ്ഘാടന സമ്മേളനം. വൈകുന്നേരം 3 മണിക്ക് ചുമടുതാങ്ങിയിൽ നിന്ന് വിളംബര ഘോഷയാത്ര നടക്കും. 1967 ഒരു സംഘം യുവാക്കളുടെ ശ്രമഫലമായി കോക്കാട് ഗ്രാമത്തിൽ കോൺഗ്രസ് നേതാവ് K. ലക്ഷ്മണ ഭക്തരുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി പണിത വായനശാലയ്ക്ക് പുതിയ കെട്ടിടമുണ്ടാക്കാൻ വർഷങ്ങൾ നീണ്ട ശ്രമങ്ങളുടെ ഫലമായാണ് കെട്ടിടമുയർന്നത്. ലൈബ്രറി ഉദ്ഘാടനം MK രാഘവൻ MPയും ഗാന്ധി പ്രതിമാനാച്ഛാദനം മുൻമന്ത്രി K. സുധാകരനും നിർവഹിക്കും. രാത്രി 8-ന് MC പ്രകാശൻ, ശ്രുതി രമേശൻ സംഘം അവതരിപ്പിക്കുന്ന വാമൊഴി വരമൊഴി സമന്വയം മഴവില്ല് അരങ്ങേറും. 24-ന് വൈകുന്നേരം 6 മുതൽ കോക്കാട് ഗ്രാമവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, നൃത്തസന്ധ്യ എന്നിവയും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി TV കുഞ്ഞിക്കണ്ണൻ, V. രാജീവൻ, CV ബിജു, V. രാജൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. യുവതരംഗ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ ശ്രദ്ധേയമായി. വട്ടപ്പാട്ടും മാർഗം കളിയും മെഗാ തിരുവാതിരയും ജനശ്രദ്ധ പിടിച്ചുപറ്റി. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. അടുത്തല യുവതരംഗ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് കലാസന്ധ്യ സംഘടിപ്പിച്ചത്. നാടോടി നൃത്തം, സംഘനൃത്തം, തിരുവാതിര, വട്ടപ്പാട്ട്, കരോക്കെ ഗാനം തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പോപ്പുലർ ഫ്രണ്ട് ദേശീയ കൗൺസിലിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളും നടന്നു. മാനവചരിതം തിരുത്തേഴുതും വിപ്ലവചേതനകൾ, നവയുഗചേതനകൾ, വിപ്ലവ നവയുഗചേതനകൾ, മാനവചരിതം തിരുത്തേഴുതും വിപ്ലവചേതനകൾ. നിർത്തു വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഡിവിഷണൽ പ്രസിഡന്റ് അനസ് വളവട്ടണം ഉദ്ഘാടനം ചെയ്തു. ജാബിർ പാപ്പിൻശ്ശേരി, മഷ്ഹൂദ്, സിദ്ദിഖ്, തൗഫീഖ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ ഓണാഘോഷവും കരിവെള്ളൂർ നാരായണന്റെ കഥാസമാഹാരം തണൽമരത്തിന്റെ പ്രകാശനവും കൊയ്യോങ്കര സാഹിത്യ മണ്ഡപത്തിൽ നടന്നു. നേവൽ അക്കാദമി റിട്ടയർഡ് കമാൻഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഏത് നല്ല കാര്യത്തിനും പങ്കെടുക്കും. എനിക്ക് സാഹിത്യകാരന്മാരോട്
കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു പണ്ട്. ആ അടുപ്പം ഞാൻ നിലനിർത്തി. ഞാൻ സ്റ്റോപ്പ് ചെയ്ത മലയാളം വായന ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി.പി. ഭാസ്കര പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. സംസ്ഥാന ഗ്രന്ഥകാര സമിതി പ്രസിഡന്റ് എം.ഒ.ജി. മലപ്പട്ടം പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ കെ. സുധാകരൻ അനുഗ്രഹ ഭാഷണം നടത്തി. ഡോക്ടർ പി.കെ. ജയകൃഷ്ണൻ, നാലപ്പാടം പത്മനാഭൻ, ഡോക്ടർ സി.കെ.പി. കുഞ്ഞബ്ദുള്ള, കെ. നാരായണൻ, ഭാസ്കരൻ മാസ്റ്റർ തൃക്കരിപ്പൂർ, വി. മുസ്തഫ, കരിവള്ളൂർ നാരായണൻ, ഗണേഷ് കെ.വി., ഡോക്ടർ ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. റോട്ടറി പ്രസിഡന്റ് സി.എച്ച്. അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ പയ്യന്നൂർ ഏരിയ കുടുംബസംഗമം ജുജു ഇന്റർനാഷണൽ നടന്നു. അപ്പോൾ അങ്ങനെ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് എന്നാലും 30% ആൾക്കാർ ഏജ് ഓപ്ഷൻ മരിക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസിനെ കൊണ്ടാണ്. പിന്നെ അതേപോലെ ക്യാൻസർ കൂടിവിട്ട് 13% ആൾക്കാർ മരിക്കുന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങളായിട്ട് 7% ആൾക്കാർ മരിക്കുന്നുണ്ട്. ഡയബറ്റീസ് ആയിട്ട് 2% ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ ഇതിൽ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടർ നമ്മൾ ഈ മിഡിൽ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബിറ്റ്വീൻ 40 and 60 years how you manage your life it will reflect later on. നമ്മൾ ഈ 40 and 60 years നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ആരോഗ്യം നോക്കുകയാണെങ്കിൽ അത് പിന്നീട് ബെനിഫിഷ്യൽ ആയിരിക്കും. ഡോക്ടർ വിനയകുമാർ മുഖ്യാതിഥിയായിരുന്നു. വയോജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസും എടുത്തു. ഡോക്ടർ രഞ്ജു വിനയ് ദന്താരോഗ്യത്തെക്കുറിച്ച് സംശയ നിവാരണം നടത്തി. പ്രസിഡന്റ് സി.ടി. നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ. ബാലചന്ദ്രൻ, ഇ.കെ. കൃഷ്ണൻ, കെ. വേണുഗോപാലൻ, എം.കെ. ദിലീപൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചികിത്സാ ഗവേഷണ കേന്ദ്രമായ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഡോക്ടർ ശ്യാം ശർമ്മ മെഡലിന് കരിവള്ളൂർ സ്വദേശിയായ ഡോക്ടർ അനൂപ് എം.കെ. അർഹനായി. മടയമ്പത്ത് എം. ഭാസ്കരൻ ശശികല ദമ്പതികളുടെ മകനാണ്. KNCC-യുടെ ഓണാഘോഷം കോറം നോർത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിൽ ഒരു വീട്ടിൽ 40,000 രൂപ പെൻഷൻ കിട്ടിയ വീട്, ഒറ്റ വീട്ടിൽ മാത്രം ഈ ഓണത്തിന്റെ പെൻഷൻ കുടിശ്ശിക അടക്കം 40,000 രൂപ കിട്ടിയ വീട് പയ്യന്നൂരിൽ. പക്ഷെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ് 72,000 രൂപ കിട്ടിയ വീട് സംസ്ഥാനത്തുണ്ട്. ബിജു കൊടക്കൽ സാംസ്കാരിക പ്രഭാഷണം നടത്തി. പ്രശാന്ത് കോറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാനം 6ാം വാർഡ് കൗൺസിലർ പി.വി. രവീന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. എ.വി. ഷിനു, വിജേഷ് വി. എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നൃത്യങ്ങളും അരങ്ങേറി. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണോ? നെറ്റ്വർക്ക് ചാനലിന്റെ പ്രതിവാര സാഹിത്യ പരിപാടിയായ പുനർവായനകളിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഗുരുവിന്റെ ദുഃഖം എന്ന പുസ്തകം കെ.വി. പ്രശാന്ത് കുമാർ വിശകലനം ചെയ്യുന്നു. ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്ത പുനർവായനകൾ വെള്ളിയാഴ്ച രാത്രി 10:30-നും ഞായറാഴ്ച രാവിലെ 7-നും പുനഃസംപ്രേഷണം ചെയ്യും. വെള്ളൂരിലെ എം. ഗോപിനാഥൻ മാസ്റ്റർ നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30-ന് സമുദായ ശ്മശാനത്തിൽ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാശ്മീർ പുകയുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരു പ്രധാന ഘടകമായിട്ട് ഈ കാശ്മീരിനെ കണക്കിലെടുക്കുകയാണ്. യാതൊരു കാരണവശാലും ഇന്ത്യ കാശ്മീർ വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി അവർ ഒരുങ്ങി നടക്കുകയാണ്. അത് യാതൊരു കാരണവശാലും ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകൊടുക്കില്ല എന്ന് തീർച്ചയായും പറയാൻ നമുക്ക് അഭിമാനപൂർവ്വം സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മരിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ രാജ്യത്തിൻ്റെ ബദ്ധത കാക്കാൻ വേണ്ടി ഇന്ത്യയെ പോലുള്ള മതേതരത്വ രാഷ്ട്രത്തിൽ ഇങ്ങനെ ജീവൻ ബലിയർപ്പിക്കുമ്പോൾ തന്നെ ഈ പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. എല്ലാത്തിനും ക്ഷമക്കൊരു ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കണം. എല്ലാ ജനങ്ങളും ഈ കാശ്മീർ ജനതയ്ക്ക് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവണം. പാകിസ്ഥാൻ ഈ കാര്യത്തിന് പിന്തിരിക്കണം എന്നാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻകാർ തീവ്രവാദികളെയും മറ്റും നുഴഞ്ഞ കയറ്റക്കാരെ പറഞ്ഞയച്ചുകൊണ്ട് ആ കാശ്മീരിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും
ആ കലാപത്തിൽ കൂടി അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. എപ്പോഴും അവിടെ കുഴപ്പങ്ങളാണ് പാകിസ്ഥാനിൽ. എപ്പോഴും നോക്കിയാലും അവിടെ ഒരു സ്വസ്ഥത അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവാറില്ല. അത് അവരുടെ ആ നോട്ടം തന്നെയാണ് അധികവും ഉള്ളത്. എന്തു തന്നെ ആയാലും പാകിസ്ഥാന് കാശ്മീർ നമ്മൾ വിട്ടുകൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നമ്മുടെ ഇന്ത്യൻ്റെ പ്രദേശമാണ്. അത് സംരക്ഷിക്കണം. അതിന് ആവുന്നത്ര നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് ആ കാശ്മീരിനെ പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കുറേ കാലമായി പാകിസ്ഥാൻ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിയായിട്ടാണ് തിരിച്ചടിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാറുണ്ട്. കാശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ജാഗ്രത സെൻട്രൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. കാശ്മീർ ജനതയെ മുഖവിലക്കെടുത്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കൂ. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ചുകൊണ്ട് കാശ്മീർ ജനതയെ മുഖവിലക്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി കാശ്മീരിനെ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ നിലപാട് സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കണം. കാശ്മീരിൽ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം മനസ്സിലൊരു നീറുന്ന പ്രശ്നമായിട്ടാണ് ഈ കാശ്മീരിലെ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ശാന്തിയും സമാധാനവും കിട്ടാത്ത ഒരു ജനതയായിട്ട് കാശ്മീർ ജനത മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം തന്നെ കാണണം. അതിന് ഇന്ന് ഭരിക്കുന്ന BJP ഗവൺമെൻറ് അതിന് അടിയന്തരമായിട്ട് അതിലൊരു ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടോ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വർഗീയ ശക്തികളുടെ ഭീകരവാദത്തിൻ്റെ അഴിഞ്ഞാട്ടം ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിൻ്റെ നെറികേടാന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നത്. അതിലിടപെടാൻ കഴിയാതെ തെക്കോട്ടും വടക്കോട്ടും നല്ല കുപ്പായിട്ട് പാഞ്ഞാൽ പോരാ. ഇത്തരം പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താനും ജനങ്ങളിലേക്ക് എത്തിക്കാനും നരേന്ദ്രമോദി എന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കണം. അത് സാധിക്കുന്നില്ല എന്ന പോരായ്മ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുണ്ട്. നടന്ന ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ കഴിവുകേടാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് തിരിച്ചടിക്കാനുള്ള കഴിവും ശേഷിയുമുണ്ടായിട്ട് പോലും ഭീകരത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വളരെ ശക്തമായി തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ജവാന്മാരില്ലതുകൊണ്ടാണ് നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. ധീരജവാന്മാരുടെ 10-18 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ട് പോലും വളരെ ശക്തമായിട്ട് പ്രതികരിക്കാനോ അതിനെതിരെ ആഞ്ഞടിക്കാനോ പോലും നമ്മുടെ സർക്കാർ തയ്യാറാവുന്നില്ല. അതിൽ വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. ഇനി അറിയിപ്പുകൾ. കരിവള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 2 മത്സ്യങ്ങൾ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും കഥാകൃത്ത് ഡോക്ടർ അംബികാസുധൻ മാങ്ങാടുമായി വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖവും സെപ്റ്റംബർ 21 ബുധനാഴ്ച 2:30 നടക്കും. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കോൽക്കളി ചരടുകുത്തിക്കളി പരിശീലനത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 21 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് അന്നൂർ ശാന്തിഗ്രാമിൽ നടക്കും. പെരളം AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 21 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷണം തുടർക്കഥയാകുന്നു. ചെറുതാഴം ടിസ്ക് സ്കൂളിൽ നിന്ന് 75,000 രൂപ കവർന്നു. ഏഴം കോട്ടക്കൽ സ്റ്റോറിൽ മോഷണം നടത്തുന്നതിനിടെ 2 പേർ പിടിയിൽ. രാമപുരം പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാകുന്നു. പുത്തൻ കാറുകളുടെ കടന്നുവരവിൽ പിന്തള്ളപ്പെടുകയാണ് റോഡിലെ രാജാവായിരുന്ന അംബാസിഡർ. പേരൂർ വരിക്കച്ചാൽ ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷം. വരിനെല്ല് നിറഞ്ഞ് കക്കിരിയാട് തെക്കേക്കണ്ടം പാടശേഖരങ്ങൾ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.